22 ലക്ഷം വിദ്യാർത്ഥികളാണ് പെരുവഴിയിലേക്കാവുന്നത്. 10 സംസ്ഥാനങ്ങളിലേക്ക് നീറ്റ് ചോദ്യപേപ്പർ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോകുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഇത് എങ്ങനെ ഈ വിദ്യാർത്ഥി സമൂഹത്തെ ബാധിക്കും? ഇതെങ്ങനെ ബാധിക്കുമെന്ന് വെച്ചാൽ 22 24 എത്രയോട്ടെ, ഈ ഈ നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും മത്സരാധിഷ്ഠിതമായി എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഒരു പരീക്ഷയാണ്. സാധാരണ പരീക്ഷ ഇപ്പോൾ IAS ആണെങ്കിൽ നമുക്ക് രണ്ടാമത് എഴുതാം, മൂന്നാമത് എഴുതി. ഇത് പലരും ഒന്നാമത് എഴുതി, രണ്ടാമത് എഴുതി, മൂന്നാമത്തെ ട്രയൽ, ഫസ്റ്റ് ബാച്ച് പോയി, സെക്കൻഡ് ബാച്ച് പോയി. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇതാണ് ജീവിതം എന്ന് തീരുമാനിച്ച് കുട്ടികൾ സ്കൂളിലെ തലം മുതൽ പഠിച്ചു വരുന്നൊരു പരീക്ഷയാണ് നീറ്റ്. ഇത് കിട്ടിയാലേ നമുക്ക് ഭാവിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികളൊക്കെ കൗമാരത്തിനും യൗവനത്തിനും ഇടയ്ക്കുള്ള കുട്ടികളാണ്. മനുഷ്യ മനസ്സുകളിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു പ്രായമാണെന്നാണ് പറയുക എല്ലാ അർത്ഥത്തിലും. അവരുടെ മേലുണ്ടാവുന്ന സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സമ്മർദ്ദമുണ്ട്. അത് ഈ സമ്മർദ്ദം ഇപ്പോൾ ശ്രീനിവാസന്റെ സിനിമയിൽ പറയുന്ന പോലെ കാലുവെള്ളത്തിലിട്ടിരുന്ന് പഠിക്കുക, തലയിൽ തുണിയിട്ടിരുന്ന് പഠിക്കുക, അങ്ങനെയൊക്കെ പഠിക്കുക. അതുപോലെ കോച്ചിങ് സെന്ററുകൾ വലിയ തോതിൽ കോച്ച് ചെയ്യുക. അപ്പൊ വലിയൊരു സമ്മർദ്ദം ഇവരുടെ മേലുണ്ടാവും. ആ പരീക്ഷ അവർ എഴുതി ആശ്വസിച്ച് ഇനി ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചു വരുമ്പോഴാണ് പരീക്ഷ റദ്ദാക്കി എന്ന് പറയുന്നത്. വീണ്ടും ഇതൊക്കെ ആദ്യം മുതൽ ചെയ്യുക എന്നുള്ളത് അതുണ്ടാക്കുന്ന ഒരു സമ്മർദ്ദം ഒന്ന്. രണ്ട്, ഇതുണ്ടാക്കുന്ന സാമ്പത്തിക സമ്മർദ്ദം അത്ര ചെറുതല്ല. കാരണം എന്താ വെച്ചാൽ പലരും ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്ത് ഇനിയിപ്പോൾ വീണ്ടും ചിലപ്പോൾ കോച്ചിങ് നടക്കേണ്ടി വരും എന്നുള്ളതൊക്കെ മറന്നുപോയിണ്ടാവും. കാരണം ഇതൊക്കെ ആ പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം പഠിക്കുന്ന ഒരുതരം ഫോട്ടോ മെമ്മറിയാണ്. കുട്ടികളൊക്കെ ഫോട്ടോ മെമ്മറിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അത് പോയി. അപ്പം ഇനി വീണ്ടും ട്രെയിൻ വേണം, ട്രെയിനിങ് എല്ലാം വേണ്ടി വരും. വീണ്ടും കുട്ടികൾ ഇത് വീണ്ടും പഠിക്കണം. രക്ഷിതാക്കൾക്ക് ഇവരെയും കൊണ്ട് ആദ്യം പോകണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വലിയൊരു ചെലവ്, വലിയൊരു നഷ്ടം 24 ലക്ഷം കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത് ഇതൊരു നഷ്ടം തന്നെയാണ്. കാരണം അവരുടെ എഫർട്ട് വേറെ. ഞാൻ പറഞ്ഞ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ 4 ദിവസം നടന്നാൽ അത് വലിയൊരു അതിൻ്റെ വില കണക്കാക്കേണ്ടെന്നൊക്കെയാണ്. പക്ഷെ ആ കുട്ടിയും രക്ഷിതാവും ചെലവാക്കുന്ന പണം കൂടി എടുത്താൽ ഇത് വളരെ കൂടുതലാണ്. മൂന്നാമത്, ഈ സംവിധാനത്തിൽ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളത്. ഇത് പിടിച്ചോണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലെങ്കിലും ഈ ഗ്യാസ് പേപ്പർ കണ്ടില്ലെങ്കിലും ഗ്യാസ് പേപ്പർ എന്ന് പറഞ്ഞൊരു സാധനം വന്നു, അത് കണ്ടു, പിടിച്ചു. ഇപ്പൊ 15 സംസ്ഥാനങ്ങളിൽ അന്വേഷണം വരുന്നു. അന്വേഷണം എവിടെ എത്തുന്നു അറിയില്ല. ഇപ്പൊ അഭിഷേക് സിംഗ് എന്ന് പറയുന്ന NDAയുടെ ചെയർമാൻ പറയണത് ഞങ്ങൾ വീണ്ടും നടത്തും, ഇയാൾക്ക് വളരെ എളുപ്പമാണ്, ഞങ്ങൾ ഒന്നുകൂടി നടത്തും എന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ എന്താ വേണ്ടേ? കുറെ കൂടി ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടിക്കണം, അത് മാറ്റി അച്ചടിക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കണം, വിതരണം ചെയ്യണം. അത് സർക്കാർ സംവിധാനമാണ്. അവർക്ക് സർക്കാർ പൈസയുണ്ട്. അവർക്കിപ്പോൾ രണ്ടാമത് നടത്തുമ്പോൾ അതിനും കൂടുതൽ പൈസ കിട്ടും നടത്തിപ്പുകാർക്ക്. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൈസ ഓരോ പ്രാവശ്യവും പോകുന്നു എന്നുള്ളത്. ഈ വിശ്വാസ്യത ഇല്ലാതാവുന്നതോടുകൂടി പഠിക്കാനുള്ള ആവേശം കുറയും. കാരണം വിശ്വാസ്യതയുള്ള ഒരു സംവിധാനത്തിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഞാൻ നന്നായി എഴുതിയാൽ എനിക്ക് കിട്ടുന്നു, ഞാൻ നന്നായി പഠിച്ചെഴുതേണ്ട വേറെ മുമ്പേ പേപ്പർ കിട്ടി എഴുതിയാൽ അവന് എളുപ്പം കിട്ടൂലേ? അപ്പൊ ആ അർത്ഥത്തിൽ വലിയ തോതിലുണ്ട്. ഇപ്പൊ ഈ പേപ്പറിൽ തന്നെ കയ്യെഴുത്ത് പ്രതി അങ്ങനെയൊക്കെയാണല്ലോ PDF ഒക്കെ വന്നിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോണ്ട. പക്ഷെ ചോദ്യം കുറെ ആളുകൾ കണ്ടിട്ടുണ്ട്. അത് 5, 10, 15 ലക്ഷം രൂപയ്ക്ക് മറച്ചു വിറ്റിട്ടുണ്ട്. അങ്ങനെ വിറ്റ കുട്ടികൾ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി അങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ പിന്നെ എന്റെ കോൺഫിഡൻസ് എന്താ? പരീക്ഷ എഴുതുന്നതിൽ എനിക്കൊരു കോൺഫിഡൻസും ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു ജനറേഷന്റെ ഒരു സംവിധാനത്തിലുള്ള വിശ്വാസ്യത തകർക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ഇനി ഇതിനാരെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഒരാളൊന്നോ രണ്ടോ പേര് രാജസ്ഥാനി പയ്യനോ അവനവനൊക്കെ അങ്ങോട്ട് പിടിച്ചേക്കും. പക്ഷേ ഇത്രയും റെസ്ട്രിക്റ്റഡ് ആയ ഒരു സംവിധാനം, നമ്മുടെ നാട്ടിൽ വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള പരാതിയൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. ഇത്ര റെസ്ട്രിക്റ്റഡ് ആയ ഒരു സംവിധാനത്തിൽ നിന്ന് എങ്ങനെ ഇത് ചോർന്നു പോയി എന്നും അതിന് ഒരു ഒരു പിയൂണൊന്നായിരിക്കില്ല എൻ്റെ പണി. അതിന് ഉയർന്ന ഏതെങ്കിലും ആളുകളുടെ സമ്മതം വേണ്ടി വരും. അവരൊരിക്കലും ശിക്ഷിക്കപ്പെടില്ല. ഈ അഭിഷേക് സിംഗ് എന്ന് പറഞ്ഞ ആൾ വളരെ കൂളായിട്ട് ഞാൻ വീണ്ടും ഒരിക്കൽ നടത്താം, ഡേറ്റ് ഉടനെ നടത്തും, ഫീസ് അടയ്ക്കണ്ട, ഇങ്ങനെയൊക്കെയാണ്. സർക്കാരിൻ്റെ അല്ലേ നഷ്ടം? ഫീസ് ഒരിക്കലും അടയ്ക്കുന്ന നാട്ടുകാർ കൈ വയ്ക്കുകയല്ല, വീണ്ടും ഫീസ് അടയ്ക്കണമെന്നില്ല. അപ്പൊ അത് വേണ്ട. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ആ സംവിധാനത്തിൽ പ്രത്യേകിച്ച് ഇവരാരും ശിക്ഷിക്കപ്പെടില്ല എന്നൊരു തോന്നലുണ്ട്. ഇയാൾക്ക് രാജിവെക്കണമെന്ന് പോലും തോന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പും ഇത്തരം പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആദ്യമായിട്ട് നീറ്റിൽ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചു, ഇതുവരെയൊക്കെ പരിശുദ്ധമായിരുന്നു എന്നല്ല. പക്ഷെ പലതും പിടിക്കപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇതുവരെ നടന്ന നീറ്റ് സംവിധാനത്തിൽ യഥാർത്ഥ അർഹരായവരാണോ കയറിയിട്ടുള്ളത്? കാരണം ഏറ്റവും അർഹരായ ആളുകൾ കയറാൻ വേണ്ടിയാണല്ലോ നീറ്റ് നടത്തുന്നത്. മറ്റൊരു കാര്യം, ഇത് അഖിലേന്ത്യാ തലത്തിലൊരു പരീക്ഷയാണ്. അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ എല്ലാം ശരിയാവും
സംസ്ഥാന തലത്തിൽ നടത്തിയാൽ തെറ്റാവും എന്നൊരു വിശ്വാസം നമുക്കുണ്ട് പലപ്പോഴും. അങ്ങനെയുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിലെ എൻട്രൻസ് ഒക്കെ എത്ര നന്നായി നടത്തുന്നുണ്ട്. അത്ര വലിയ പ്രശ്നമൊന്നും ഇതുവരെ കേരളത്തിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മത്സരമുള്ളത് കേരളത്തിലെ എൻട്രൻസിലാണെന്ന് ആലോചിക്കണം. കേരളത്തിലെ കുട്ടികളാണല്ലോ ഏറ്റവും കൂടുതൽ ഇതിൽ പോകണം. അപ്പോൾ ആ അർത്ഥത്തിൽ മാത്രമല്ല, പലപ്പോഴും കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ തകർച്ചയെക്കുറിച്ചൊക്കെ ചർച്ചയുണ്ട്. അത് വേറെ കാര്യം. നമ്മുടെ കുട്ടികൾ നാഷണൽ എൻട്രൻസിൽ മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ചില പ്രദേശങ്ങളിലെ കുട്ടികൾ വളരെ പെട്ടെന്ന് ആന്ധ്രാപ്രദേശ് അങ്ങനെ ചില സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് വലിയ തോതിൽ, ഇത് മാത്രമല്ല, ഇപ്പോൾ UGC നടത്തുന്ന ഈ പരീക്ഷ മാത്രമല്ല, സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ചും അത്തരത്തിലുള്ള ചില പരാതികൾ വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് കുറേ ചില പ്രദേശത്തു നിന്നുള്ള ആളുകൾ കൂടുതൽ കിട്ടുന്നു. ഞാനത് നമുക്ക് ഉറപ്പില്ല. പക്ഷെ ഇത് കാണുമ്പോൾ UGCയുടെ അങ്ങനെയാണോ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്? നാളെ UGCയുടെ സിവിൽ സർവീസ് പരീക്ഷ ശരിയായിരിക്കും നമ്മളിങ്ങനെ പറയും, ക്വസ്റ്റ്യൻ ചോർന്നിട്ടില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവർ വരുന്നൊരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ തീ വാരിയിടുകയും ഇത് അവർക്ക് സിസ്റ്റത്തിലുള്ള വിശ്വാസ്യത നശിപ്പിക്കുകയും അതിലേറെ അവരുടെ ആരോഗ്യ പ്രശ്നമുണ്ട്. പല കുട്ടികളും ഇത് കട്ടിച്ച് പിടിച്ചാണ് മെയ് 3-ാം തീയതി അങ്ങോട്ട് പരീക്ഷ എഴുതി തീരുന്നവരെ നിന്നിട്ട് എനിക്കറിയാം. എന്നിട്ട് കഴിഞ്ഞപ്പോൾ അവര് എന്താണ്ട് സ്വർഗത്തിൽ എത്തിയ മാതിരിയാണ്. അതൊക്കെ പോയില്ലേ, അതൊക്കെ തിരിച്ചിപ്പോ നമ്മൾ ഇപ്പുറത്തേക്ക് വന്നില്ലേ. ഇനി അവർ വീണ്ടും ഈ പറഞ്ഞതുപോലെ ഒരു മാസത്തെയോ അതിൻ്റെ ആ ഒരു അസ്വാസ്ഥ്യം സഹിക്കുക. ചിലർക്ക് ഇനി എഴുതാനും പറ്റില്ല, ചിലർക്ക് ഇനി കഴിഞ്ഞവണ്ണം എഴുതിയ പോലെ എഴുതാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് പരീക്ഷയുടെ പ്രത്യേകത. നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പരീക്ഷ കഴിഞ്ഞാൽ അത് മറക്കാമെന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നത്. പരീക്ഷ കഴിഞ്ഞത് ഓർക്കണം നമുക്കില്ല. ഇതിപ്പോ നമ്മൾ ടോക്ക് എടുക്കുമ്പോ പോലും ഇങ്ങനെയാണ്, നമ്മൾ ആദ്യം എടുക്കുന്നതിന്റെ പോലെ ആയിരിക്കില്ല രണ്ടാമത് വരുന്നത്. അതാ പറഞ്ഞു. അല്ല, അത് മാത്രമല്ല, അങ്ങനെ പറ്റുള്ളൂ. നമ്മൾ പരീക്ഷയ്ക്ക് ഒരു കാര്യം പഠിച്ചു പോകുന്നതും അത് കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞാൽ ഇത് മറക്കും. നേരെ മറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെയല്ല, നമ്മൾ ആശയപരമായാണ് പഠിക്കുന്നതെങ്കിൽ കഴിഞ്ഞാലും മറക്കില്ല. പക്ഷെ പ്രത്യേകിച്ച് ഈ വൺ വേർഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റനൊക്കെ ഉണ്ടല്ലോ, മിക്കവാറും പരീക്ഷ കഴിഞ്ഞാൽ മറന്നു പോകും. ഞാൻ പറഞ്ഞില്ല, ഒരു ഫോട്ടോ മെമ്മറിയാണ് നമുക്കുള്ളത്. ഇതൊരു ലോജിക്കൽ മെമ്മറി അല്ല, പലതും ഫോട്ടോ മെമ്മറിയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ചോദ്യം കാണുമ്പോൾ തന്നെ നമ്മൾ പഠിച്ച പുസ്തകത്തിലെ ഇത്രാമത്തെ പേജിലെ 2-ാമത്തെ ചോദ്യം ഇത് നമുക്കറിയാം ഈ ചോദ്യം കാണുമ്പോൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം ഇത്. 3-ാമത്തെ ചോദ്യം അത് ഇന്ന പേജിൽ ഇത്രാമത്തെ ഉത്തരം. ഇങ്ങനെയാണ് നമ്മളത് പഠിച്ചു വെച്ചിട്ടുള്ളത്. അതിപ്പോൾ ഇതൊക്കെ മാറും, അതൊക്കെ മാറും. അത് മാറിക്കഴിയുമ്പോൾ സംഭവിക്കും. ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നാണല്ലോ ഇതൊക്കെ കളിക്കുന്നത്, ക്വസ്റ്റ്യൻ ബാങ്ക് ഇട്ട് കളിക്കുന്നതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇനി നടക്കാൻ പോകുന്നത് ഈ ഒരുപാട് നീതി നിഷേധങ്ങൾ അതിനകത്തുണ്ടാവും. ഈ കുട്ടികൾ മര്യാദയ്ക്ക് പഠിച്ച് കിട്ടേണ്ട കുട്ടികൾക്ക് പലർക്കും ഇനി കിട്ടില്ല, കിട്ടേണ്ടാത്തവർക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇത് ഒരു എന്താ പറയുക, ഇതിൽ നടന്ന ഒരു അഴിമതിയും തട്ടിപ്പും മാത്രമല്ല, കുറെ കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കുന്നതാണ്. ഒരുപക്ഷെ ഇനി അവരൊന്നും ഒരു ഡോക്ടർമാരൊന്നും ആവാൻ സാധ്യതയില്ലാത്ത തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ തകർന്നു പോകുന്ന തരത്തിലേക്ക് അവർ പലരും വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കാണുന്നത്.